മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബിക്കെതിരായ ഇ.ഡി. നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾക്ക് സ്റ്റേ 3 മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത്. ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇ.ഡി. കിഫ്ബിക്കും മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബിക്കെതിരായ ഇ.ഡി. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾക്കാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. 3 മാസത്തേക്കാണ് സ്റ്റേയുടെ കാലാവധി. കിഫ്ബിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. ഇ.ഡിക്ക് നോട്ടീസ് അയച്ച ഹൈക്കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശവും നൽകി. ഹർജിയിൽ ഹൈക്കോടതി വിശദമായി വാദം കേൾക്കും. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി ഉപയോഗിച്ചെന്നാണ് ഇ.ഡി. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ ഹർജിയിൽ കിഫ്ബിയുടെ വാദം. ഭൂമി വാങ്ങുകയല്ല, വികസന പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നും കിഫ്ബി വാദമുയർത്തിയിരുന്നു. എന്നാൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം വികസന പദ്ധതികൾക്കായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് ഇ.ഡിയുടെ നിലപാട്. സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിലോ മറ്റേതെങ്കിലും ഫണ്ട് കൊണ്ട് സർക്കാരിലേക്ക് വന്ന ഭൂമിയിലോ ആയിരുന്നു മസാല ബോണ്ടിലെ പണം വിനിയോഗിക്കേണ്ടിയിരുന്നതെന്നും ഇ.ഡി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നടപടികൾ പ്രാഥമിക ഘട്ടത്തിലെന്നും ഫെമ സംബന്ധിച്ച അധികാരപരിധി ഉള്ളതുകൊണ്ടാണ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചതെന്നും ഇ.ഡി വ്യക്തമാക്കിയിരുന്നു. കിഫ്ബിക്ക് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് തുടങ്ങിയവർക്കുമായിരുന്നു ഇ.ഡി അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചത്. ജനം, കൊച്ചി.